ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒമാൻ ഉൾക്കടലിനോട് ചേർന്ന തീരപ്രദേശങ്ങളിലും മരുഭൂമി മേഖലകളിലും താപനില ക്രമേണ ഉയരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഈ അതിതീവ്ര ചൂട് ഇന്നും നാളെയും തുടരും. പകൽ സമയത്ത് താപനില 40 മുതൽ ഉയർന്ന 48 ഡിഗ്രി സെൽഷ്യസ് വരെ എത്താൻ സാധ്യതയുണ്ട്. ചില പ്രദേശങ്ങളിൽ താപനില 50 ഡിഗ്രി സെൽഷ്യസിനോട് അടുത്തെത്താനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉച്ചതിരിഞ്ഞ് ഏറ്റവും ചൂടേറിയ സമയങ്ങളിൽ നേരിട്ടുള്ള സൂര്യപ്രകാശത്തിൽ ദീർഘനേരം ചെലവഴിക്കുന്നത് ഒഴിവാക്കണം. ആവശ്യത്തിന് വെള്ളം കുടിച്ച് ശരീരത്തിൽ ജലാംശം നിലനിർത്തുകയും ചൂടിനെ പ്രതിരോധിക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. ദോഫർ ഗവർണറേറ്റിലേക്കുള്ള സുൽത്താൻ സെയ്ദ് ബിൻ തൈമൂർ റോഡിൽ മണിക്കൂറിൽ 200 കിലോമീറ്ററിലധികം വേഗത്തിൽ വാഹനമോടിച്ച 2 ഡ്രൈവർമാരെ റോയൽ ഒമാൻ പോലീസിന്റെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് അറസ്റ്റ് ചെയ്തു. ട്രാഫിക് പരിശോധനയ്ക്കിടെ മൊബൈൽ സ്പീഡ് നിരീക്ഷണ ഉപകരണങ്ങളിലൂടെയാണ് ഇരുവരുടെയും അമിത വേഗത കണ്ടെത്തിയത്. തുടർന്ന് വാഹനങ്ങൾ തടഞ്ഞു നിർത്തി നിയമ നടപടികൾ സ്വീകരിച്ചതായി അധികൃതർ അറിയിച്ചു. വേഗതാ പരിധി കർശനമായി പാലിക്കണമെന്നും ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കരുതെന്നും റോയൽ ഒമാൻ പോലീസ് വീണ്ടും വാഹനമോടിക്കുന്നവരോട് അഭ്യർത്ഥിച്ചു. അമിതവേഗം ഗുരുതരമായ റോഡ് അപകടങ്ങൾക്കും ജീവഹാനിക്കും കാരണമാകാമെന്നും അധികൃതർ ഡ്രൈവർമാർക്ക് മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ദിവസങ്ങളിൽ സമാന സംഭവത്തിൽ മറ്റ് 2 ഡ്രൈവർമാരെയും റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്ത് നിയമ നടപടികൾ സ്വീകരിച്ചിരുന്നു. സലാലയിൽ നിന്നും മസ്കറ്റിലേക്ക് മടങ്ങിയ മലയാളി കുടുംബം അപകടത്തിൽപ്പെട്ട് ഒരു മരണം. കണ്ണൂർ സ്വദേശിനി ഫാത്തിമത്ത് ഷഹാനയാണ് മരിച്ചത്. പരിക്കേറ്റ ഭർത്താവ് ഷാനിദും സുഹൃത്ത് അനസും സലാല ഖാബൂസ് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. ഹൈമക്കടുത്ത് മക്ഷനിൽ വെച്ചാണ് അപകടം സംഭവിച്ചത്. ഷഹാന അപകട സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു. അടുത്തിടെയാണ് ഷഹാന വിസിറ്റ് വിസയിൽ ഒമാനിലെത്തിയത്. മറ്റൊരു സംഭവത്തിൽ സുൽത്താൻ സെയ്ദ് ബിൻ തൈമൂർ റോഡിൽ മിർബാത്ത് വിലായത്തിലേക്ക് പോകുന്നതിനിടെ 2 വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ചു. 3 പേർക്ക് വിവിധ തോതിൽ പരിക്കേറ്റതായും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. അപകട സ്ഥലത്തെത്തിയ രക്ഷാപ്രവർത്തക സംഘങ്ങൾ പരിക്കേറ്റവർക്ക് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം തുടർ ചികിത്സകൾക്കായി ആശുപത്രിയിലേക്ക് മാറ്റി. പരിക്കേറ്റവരിൽ ഏഷ്യൻ സ്വദേശിയായ ഒരാളെ റോയൽ ഒമാൻ പോലീസിന്റെ എയർവിംഗ് ഹെലികോപ്റ്റർ വഴി സലാലയിലെ സുൽത്താൻ ഖാബൂസ് ആശുപത്രിയിലേക്ക് അടിയന്തര ചികിത്സയ്ക്കായി മാറ്റി. അടുത്തിടെ സുൽത്താൻ സയ്യിദ് ബിൻ തൈമൂർ റോഡിൽ തുടർച്ചയായി ഗുരുതര വാഹനാപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ദീർഘദൂര യാത്രകളിൽ അമിത വേഗത ഒഴിവാക്കുകയും ഗതാഗത നിയമങ്ങൾ കർശനമായി പാലിക്കുകയും അപകടകരമായ ഡ്രൈവിംഗ് ഒഴിവാക്കുകയും ചെയ്യണമെന്നും പോലീസ് നിർദ്ദേശിച്ചു. ഒമാനിൽ വേനൽക്കാല താപനില 50 ഡിഗ്രിക്ക് അടുത്തേക്ക് ഉയർന്നു നിൽക്കുന്ന പശ്ചാത്തലത്തിൽ വേനലവധി വെട്ടിച്ചുരുക്കി ഇന്ത്യൻ സ്കൂളുകൾ തുറക്കാനുള്ള തീരുമാനത്തിനെതിരെ രക്ഷിതാക്കൾക്കിടയിൽ പ്രതിഷേധവും ആശങ്കയും ശക്തമാകുന്നു. താപനില റെക്കോർഡ് വേഗത്തിൽ ഉയരുന്ന സാഹചര്യത്തിൽ കുട്ടികളെ സ്കൂളുകളിലേക്ക് അയക്കുന്നത് അവരുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് രക്ഷിതാക്കളുടെ പ്രധാന പരാതി. ഈ അധ്യയന വർഷം മുതലാണ് ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകളിലെ വേനലവധി 50 ദിവസത്തിൽ നിന്നും 40 ദിവസമായി വെട്ടിച്ചുരുക്കാൻ ഇന്ത്യൻ സ്കൂൾസ് ഡയറക്ടർ ബോർഡ് തീരുമാനിച്ചത്. ഇതനുസരിച്ച് 9 മുതൽ 12 വരെ ക്ലാസുകളിലെ അവധി ജൂലൈ 2-ാം വാരത്തോടെയും പ്രൈമറി തലം വരെയുള്ള ക്ലാസുകളിലെ അവധി ജൂലൈ 3-ാം വാരത്തോടെയും അവസാനിക്കുകയാണ്. മുൻ വർഷങ്ങളിൽ ഓഗസ്റ്റ് ആദ്യവാരത്തിൽ ക്ലാസുകൾ ആരംഭിച്ചിരുന്ന സ്ഥാനത്താണ് ഇത്തവണ നേരത്തെ തന്നെയുള്ള ഈ പുനർക്രമീകരണം. അവധി വെട്ടിച്ചുരുക്കാനുള്ള തീരുമാനം വന്ന ഘട്ടത്തിൽ തന്നെ രക്ഷിതാക്കളുടെ കൂട്ടായ്മകൾ ഡയറക്ടർ ബോർഡിന് നിവേദനം സമർപ്പിക്കുകയും പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിരുന്നു. ടിക്കറ്റ് നിരക്ക് വർധനവും യാത്രാ പ്ലാനുകളിലെ മാറ്റവും സൃഷ്ടിച്ച സാമ്പത്തിക ബാധ്യതകൾക്ക് പുറമെയാണ് കുട്ടികളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കയും അവർ പങ്കുവച്ചത്. എന്നാൽ ഈ പ്രതിഷേധങ്ങളെയെല്ലാം വകവയ്ക്കാതെ നിശ്ചയിച്ച തീയതികളിൽ തന്നെ ക്ലാസുകൾ ആരംഭിക്കാനാണ് സ്കൂൾ അധികൃതരുടെ നീക്കം. പൊതുസ്ഥലങ്ങളിലെ പുകവലിക്കെതിരെയുള്ള ബോധവൽക്കരണം ശക്തമാക്കി മസ്കറ്റ് മുനിസിപ്പാലിറ്റി. ശുദ്ധവായു എല്ലാവരുടെയും അവകാശം എന്ന സന്ദേശവുമായി ആരംഭിച്ച പുതിയ ക്യാമ്പയിനിലൂടെ താമസക്കാരോടും സന്ദർശകരോടും പുകവലി നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു.
അടച്ചുപൂട്ടിയ പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്നത് പുകവലിക്കാരെ മാത്രമല്ല ചുറ്റുമുള്ള എല്ലാവരെയും ബാധിക്കുന്നതാണെന്നും മുനിസിപ്പാലിറ്റി ഓർമ്മിപ്പിച്ചു. പ്രത്യേകിച്ച് കുട്ടികൾ, പ്രായമായവർ, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുള്ളവർ എന്നിവരാണ് പരോക്ഷ പുകവലിയുടെ ദോഷഫലങ്ങൾക്ക് കൂടുതൽ ഇരയാകുന്നതെന്നും അധികൃതർ ചൂണ്ടിക്കാണിച്ചു. പൊതു കെട്ടിടങ്ങൾക്കും സൗകര്യങ്ങൾക്കും അകത്ത് പുകവലിക്കരുതെന്നും പുകവലിക്കായി പ്രത്യേകം അനുവദിച്ചിട്ടുള്ള സ്ഥലങ്ങൾ മാത്രം ഉപയോഗിക്കണമെന്നും മുന്നറിയിപ്പ് ബോർഡുകളും നിലവിലുള്ള നിയമങ്ങളും കൃത്യമായി പാലിക്കണമെന്നും ക്യാമ്പയിൻ ആഹ്വാനം ചെയ്തു. ആരോഗ്യകരമായ പൊതു പരിസരങ്ങൾ സൃഷ്ടിക്കുകയും പൊതുസ്ഥലങ്ങളോടുള്ള സാമൂഹിക ഉത്തരവാദിത്തബോധം വളർത്തുകയും ചെയ്യുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. നിരവധി കുടുംബങ്ങൾ മാളുകളിലും മറ്റ് പൊതുസ്ഥലങ്ങളിലും മണിക്കൂറുകളോളം ചെലവഴിക്കുന്നുവെന്നും അതിനാൽ പുകരഹിതമായ അടച്ചുപൂട്ടിയ ഇടങ്ങൾ ഉറപ്പാക്കുന്നത് അത്യാവശ്യമാണെന്നും ഒരു സ്വദേശി അഭിപ്രായപ്പെട്ടു. ഇത്തരം ബോധവൽക്കരണങ്ങൾ പൊതു നിയമങ്ങളെ മാനിക്കാനും മറ്റുള്ളവരുടെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കാനും ആളുകളെ പ്രേരിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ലളിതമായ ബോധവൽക്കരണ സന്ദേശങ്ങൾ പോലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നും പ്രത്യേകിച്ച് കുട്ടികൾക്കും മുതിർന്നവർക്കും സിഗരറ്റ്, പുകയില്ലാത്ത പൊതുസ്ഥലങ്ങൾ ആസ്വദിക്കാനുള്ള അവകാശമുണ്ടെന്നും മറ്റൊരാൾ പറഞ്ഞു. ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ പരോക്ഷ പുകവലിക്കാത്തവരിൽ ശ്വാസകോശ, ഹൃദയ സംബന്ധമായ രോഗങ്ങളുടെ സാധ്യത ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു. പൊതുജനാരോഗ്യ നിയമങ്ങൾ പാലിക്കുന്നതും ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതും തുടർച്ചയായ ബോധവൽക്കരണ ക്യാമ്പയിനുകളിലൂടെയാണെന്നും വ്യക്തമാക്കി. ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ മസ്കറ്റ് ഗവർണറേറ്റിലുടനീളം കൂടുതൽ ശുചിത്വവും ആരോഗ്യ സുരക്ഷയും ഉറപ്പുള്ള പൊതുപരിസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സമൂഹത്തിൻ്റെ കൂട്ടായ ഉത്തരവാദിത്തബോധം വളർത്തുന്നതിനുമാണ് മസ്കറ്റ് മുനിസിപ്പാലിറ്റി ലക്ഷ്യമിടുന്നത്. പൊതുഗതാഗത സേവന ദാതാക്കളായ മോസലാത്ത് സോഹർ നഗരത്തിൽ നിർമ്മിക്കുന്ന സംയോജിത ബസ് ടാക്സി ഗതാഗത ഹബ്ബിനായി ഡെവലപ്പർമാർക്കും നിക്ഷേപകർക്കും നിക്ഷേപാവസരം പ്രഖ്യാപിച്ചു. ഇതിനായി സംഘടിപ്പിച്ച ഓപ്പൺ ഡെവലപ്പേഴ്സ് മീറ്റിംഗിൽ പദ്ധതിയുടെ വികസന സാധ്യതകൾ, പൊതുവായ ആവശ്യകതകൾ, പങ്കാളിത്ത നടപടിക്രമങ്ങൾ എന്നിവ വിശദീകരിച്ചു. പദ്ധതിയിൽ താൽപ്പര്യമുള്ള ഡെവലപ്പർമാർക്കും നിക്ഷേപകർക്കും സംശയങ്ങൾ ഉന്നയിക്കാനും ആവശ്യങ്ങൾ വിശദീകരണങ്ങൾ നേടാനുമുള്ള അവസരവും ഒരുക്കി. പുതിയ ഗതാഗത ഹബ് നിർമ്മാണത്തിലിരിക്കുന്ന ഹഫീദ് റെയിൽവേ സ്റ്റേഷനെ സൊഹർ തുറമുഖത്തോടും സൊഹർ അന്താരാഷ്ട്ര വിമാനത്താവളത്തോടും ബന്ധിപ്പിക്കുന്ന പ്രധാന കേന്ദ്രമാകും. ഇതിലൂടെ ബസ്, ടാക്സി, ട്രെയിൻ, വ്യോമഗതാഗതം എന്നിവയെ ഏകോപിപ്പിച്ച ആധുനിക ഗതാഗത ശൃംഖല രൂപപ്പെടുത്തുകയാണ് ലക്ഷ്യം. സൊഹറിലെ പൊതുഗതാഗത സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുകയും യാത്രക്കാർക്ക് മികച്ച സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന സമഗ്ര ഗതാഗത കേന്ദ്രമായാണ് ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നതെന്നും മോസലാത്ത് അറിയിച്ചു. ഒമാനിലേക്ക് എത്തുന്ന യാത്രക്കാർക്ക് കസ്റ്റംസ് തീരുവ നൽകാതെ കൊണ്ടുവരാനാകുന്ന വ്യക്തിഗത ബാഗേജുകളുടെയും സാധനങ്ങളുടെയും പട്ടിക റോയൽ ഒമാൻ പോലീസിന് കീഴിലുള്ള ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് കസ്റ്റംസ് പുറത്തിറക്കി. കസ്റ്റംസ് ക്ലിയറൻസ് നടപടികൾ വേഗത്തിലും എളുപ്പവുമാക്കാൻ തീരുവ ഒഴിവുള്ള വസ്തുക്കളുടെ പട്ടിക മുൻകൂട്ടി മനസ്സിലാക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു. യാത്രയ്ക്ക് മുമ്പ് കസ്റ്റംസ് ചട്ടങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ അതിർത്തി പരിശോധനാ കേന്ദ്രങ്ങളിൽ അനാവശ്യ കാലതാമസങ്ങൾ ഒഴിവാക്കാനും യാത്ര കൂടുതൽ എളുപ്പമാക്കാനും സാധിക്കുമെന്നും ഒമാൻ കസ്റ്റംസ് അറിയിച്ചു. കസ്റ്റംസ് തീരുവയിൽ നിന്നും ഒഴിവാക്കിയ വസ്തുക്കൾ: വ്യക്തിഗത ആഭരണങ്ങൾ, വസ്ത്രങ്ങളും വ്യക്തിഗത ഉപയോഗ സാധനങ്ങളും, മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ, പോർട്ടബിൾ പ്രിന്ററുകൾ, വ്യക്തിഗത ഉപയോഗത്തിനുള്ള മരുന്നുകൾ, വീൽ ചെയറുകൾ, കുഞ്ഞുങ്ങളുടെ സ്ട്രോളറുകൾ, പോർട്ടബിൾ സംഗീതോപകരണങ്ങൾ, വ്യക്തിഗത കായിക ഉപകരണങ്ങൾ, ടെലിവിഷൻ സെറ്റുകളും റിസീവർ യൂണിറ്റുകളും, വ്യക്തിഗത ഉപയോഗത്തിനുള്ള വീഡിയോ ക്യാമറകൾ, പ്രൊജക്ടറുകൾ, ഫിലിമുകൾ, അവയുടെ അനുബന്ധ ഉപകരണങ്ങൾ തുടങ്ങിയവയാണ്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.